ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്-സമീഉൽ ബസീർ. അവിടെ നിന്ന് ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് ബുറാഖ് എന്ന അതിശീഘ്ര വാഹനത്തിൽ കയറി ആകാശങ്ങൾ ഏഴാകാശവും താണ്ടി അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്തതാണ്. ഏഴാകാശം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും കഴിഞ്ഞ് സഹോദരായ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയ ഗഗനസഞ്ചാരിയായ സുനിതാ വില്യംസ് ഉച്ചരിൽമോറും സ്പേസിൽ പോയി കുടുങ്ങിക്കിടന്ന ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതുപോലും ഒന്നാം ആകാശത്തിന്റെ പകുതിയിൽ പോലും ആ സ്പേസ് എത്തിയിട്ടില്ല. അത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. ഈ ഭൂമിയിൽ നിന്ന് 14,95,974 കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ ആ സൂര്യന്റെ പ്രകാശ രശ്മികൾ ഭൂമിയിൽ എത്തണമെങ്കിൽ ഏതാണ്ട് 7 മിനിറ്റും 14 സെക്കൻഡും വേണമെന്നാ. ഒരു സെക്കൻഡിന് 2,99,792.5 കിലോമീറ്റർ. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ കാണുന്ന പ്രകാശം അതേ വേഗതയിൽ 7 മിനിറ്റും 18 സെക്കൻഡ് സഞ്ചരിച്ചാലേ ഭൂമിയിൽ എത്തുകയുള്ളൂ എന്നാ പറയാ. ഇനി ഭൂമിയിൽ നിന്ന് നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്ന സൂര്യന്റെ കഥയാണെങ്കിൽ ആ സൂര്യനപ്പുറത്തേക്ക് എത്രയെത്ര നക്ഷത്രങ്ങളും ഉൽക്കകളും താരാപഥങ്ങളും ഗാലക്സികളും ആൽഫാസെൻട്രി എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടെ പോയിട്ട് ഞാനിവിടെ എത്തി എന്ന് പറയാനൊരു മനുഷ്യൻ ഹലോ എന്നൊന്ന് പറഞ്ഞാൽ ആ ശബ്ദ തരംഗം 7 വർഷം കഴിഞ്ഞിട്ടേ ഭൂമിയിൽ എത്തുകയുള്ളൂ എന്നാ പറയാ. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കരങ്ങാണ്ടൊരിടത്തിൽ നിന്ന് നോക്കുന്നവർക്ക് കഥ എന്ത് കണ്ടു. ഈ വിശാലമായ പ്രപഞ്ചമില്ലേ, ഇവിടെ നിന്ന് ഒന്നാം ആകാശത്തിന്റെ താഴെ നിൽക്കുന്ന സ്പേസിലേക്ക് പോയ സുനിതാ വില്യംസ് തിരിച്ചു വന്നിട്ട് അവരുടെ യാത്രാ വിവരണം പറഞ്ഞതെന്തെന്നറിയോ? ആ ആകാശത്തിലെ സ്പേസിൽ നിന്നിട്ട് ഞാൻ ഭൂമിയിലേക്ക് നോക്കിയപ്പോ ഒരൊറ്റ ദിവസം തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു എന്നാണ് സുനിതാ വില്യംസ് ആണ് പറയുന്നത്, മുസ്ലിമല്ല. 16 ഉദയവും 16 അസ്തമയവും വർഷങ്ങൾക്ക് മുമ്പ്